വളർച്ചയും വികാസവും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. ഇനി അപ്പോൾ അടുത്ത് പഠിക്കുന്നത് വികാസ തത്വങ്ങളാണ്. ഈ വികാസ തത്വങ്ങളിലേക്ക് വരുമ്പം പ്രധാനമായിട്ടും പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വളർച്ചയും വികാസവും എന്നുള്ളത് നമ്മൾ എന്താണ് രണ്ടായിട്ടാണ് പഠിച്ചത്. വളർച്ചയും വികാസവും എന്നുള്ളത് നമ്മൾ രണ്ടായിട്ടാണ് പഠിച്ചത്. എന്നാൽ ഈ വികാസ തത്വങ്ങളിലേക്ക് വരുമ്പോൾ ഈ വളർച്ചയും വികാസവും ഈ വികാസ തത്വങ്ങളുടെ പാർട്ടിലായിട്ട് അങ്ങ് വരും. അതായത് മനസ്സിലായോ? അതായത് മറ്റേതിനകത്ത് വളർച്ചയും വികാസവും രണ്ടായിട്ടാണ്. വികാസ തത്വങ്ങളുടെ ഭാഗമായി എന്തും വരും? വളർച്ചയും വരും. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോരുത്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കിട്ടും. മറ്റേത് വളർച്ച, വികാസം, അത് തമ്മിലുള്ള താരതമ്യം. ഇതെന്താണ്? വികാസ തത്വങ്ങൾ. വികാസ തത്വങ്ങളിനകത്ത് എന്തും വരും? വളർച്ചയും വരും. ഓക്കെ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് വികാസ തത്വങ്ങളിലേക്ക് വരാം. വികാസ തത്വങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം പറയുന്ന കാര്യങ്ങൾ, ഈ വികാസ തത്വങ്ങൾ നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറവാണ്. വികാസ തത്വങ്ങൾ എക്സാമ്പിൾ വെച്ചിട്ടാണ് ചോദ്യങ്ങൾ പലപ്പോഴും വരുന്നത്. അപ്പം അതൊന്ന് നോക്കി വയ്ക്കുക. ഒന്നാമത്തത്, വികാസം എന്താണ്? അനുഷ്ഠിതമാണല്ല, വികാസം അനുസ്യൂതമാണ്. വികാസം അനുസ്യൂതമാണ്. വികാസം അനുസ്യൂതം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അനുസ്യൂതം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസ്യൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ വികാസം കണ്ടിന്യൂസ് ആണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വികാസം കണ്ടിന്യൂസ് ആണ്. ഓക്കെ, വികാസം കണ്ടിന്യൂസ് ആണ്. അപ്പം അത് അതേപോലെ അങ്ങ് പഠിച്ചാൽ മതി. നമ്മളൊരു വ്യക്തി ജനിക്കുന്നിടം മുതൽ മരിക്കുന്നിടം വരെ അദ്ദേഹത്തിന് എന്തോ പറ്റും? വികാസം നടന്നുകൊണ്ടിരിക്കും. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ. എന്താണ് കണ്ടിന്യൂസ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അടുത്തത്, വികാസം ഗതി നിയമങ്ങൾ പാലിക്കുന്നു. ആണ് രണ്ടാമത്തെ. വികാസം ഗതി നിയമങ്ങൾ പാലിക്കുന്നു. എന്താണ് ഗതി നിയമങ്ങൾ പാലിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗതി നിയമങ്ങൾ പാലിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും വികാസം നടക്കുന്നത്. വികാസം ഗതി നിയമങ്ങൾ പാലിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വികാസം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും. അതിനകത്ത് കണ്ടോ 2 വാക്കുകൾ, സെഫാലോകോഡൽ, പ്രോക്സിമോ ഡിസ്റ്റൽ. സെഫാലോകോഡലും പ്രോക്സിമോ ഡിസ്റ്റൽ. എന്താണ് സെഫാലോകോഡൽ, എന്താണ് പ്രോക്സിമോ ഡിസ്റ്റൽ? അതായത് വികാസം 2 രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്നു. അതാണ് സെഫാലോകോഡലും പ്രോക്സിമോ ഡിസ്റ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെഫാലോകോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ശിരസ്, അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യും? കഴുത്ത്, പിന്നെ ബോഡി, പിന്നെ കൈ, പിന്നെ ഇടുപ്പിൻ്റെ ഭാഗം, പിന്നെ കാല്, അങ്ങനെ വികാസം ഉണ്ടാകും. അപ്പം എങ്ങനെയാണ്? ശിരസിൽ നിന്ന് പാദം വരെ വരുന്നതിൻ്റെ പേരെന്താണ്? സെഫാലോകോഡൽ. ശിരസിൽ നിന്ന് പാദം വരെ വരുന്നതിൻ്റെ പേര് സെഫാലോകോഡൽ. കണ്ടോ? അതാണ് ശിരസിൽ നിന്ന് പാദത്തിലേക്ക് വരുന്ന സെഫാലോകോഡൽ. ഒന്നും കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളുടെ അടുത്തുള്ള ജനിച്ച കുട്ടികൾ എങ്ങനെ? ആദ്യം അവരുടെ പെടലി ഉറയ്ക്കും, തല വികസിക്കും, പിന്നെ അവരുടെ പെടലി ഉറയ്ക്കും ഇല്ലേ? പിന്നെ ഈ നെഞ്ചിൻ്റെ ഭാഗവും കൈയും ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ, നല്ല വൃത്തിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാവും. പിന്നെ അപ്പം എന്തോ ചെയ്യും? അവർ കമന്ന് കിടക്കും. പിന്നെ അപ്പം എന്തോ? പിന്നെ ഇവരുടെ നെഞ്ചും നടുവും ഒക്കെ ഉറയ്ക്കും. പിന്നെ അവരുടെ ഇടുപ്പിൻ്റെ ഭാഗമൊക്കെ ഉറയ്ക്കും. അപ്പോൾ അവരെന്തോ ഇരിക്കുന്ന രീതിയിലാവും. പിന്നെ അവരുടെ കാലുകളും തുടയൊക്കെ ഉറയ്ക്കും. അപ്പോൾ അവരെന്തോ ചെയ്യും? മുട്ടിലഴയുന്ന രീതിയിലാവും, മുട്ട് വരെ ഉറയ്ക്കും. പിന്നീട് ഇവരുടെ കാലും പാദവും ഒക്കെ ഉറയ്ക്കും. അപ്പോൾ ഇവരെന്തോ നടക്കുന്ന രീതിയിലാവും. അങ്ങനെയല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ സെഫാലോകോഡൽ ശിരസിൽ നിന്ന് താഴേക്ക്. അത് ഓർക്കാനായിട്ട് ഒരു കാര്യം കൂടി ചെല്ലാം. സെഫാലോകോഡൽ എന്ന് പറയുമ്പം സേ വന്നു കഴിഞ്ഞാൽ ശിരസ്, ശിരസ്. സാ വന്ന ഷ എന്നങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, കഴിഞ്ഞ്. അടുത്തതാണ് രണ്ടാമത്തെയാണ് പ്രോക്സിമോ ഡിസ്റ്റൽ. രണ്ടാമത്താണ് പ്രോക്സിമോ ഡിസ്റ്റൽ. എന്താണ് പ്രോക്സിമോ ഡിസ്റ്റൽ? പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പം എന്താണ്? തലയിൽ നിന്ന് താഴേക്ക് വന്നു. ഇത് ആദ്യം നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ സാധനങ്ങളെല്ലാം ഉറയ്ക്കുന്നു. ഇപ്പം കഴുത്ത് എടുക്കുന്നു, കഴുത്തിൻ്റെ ഉള്ളിലെ കശേരുക്കളെല്ലാം ഉറയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് ശരീരം എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിലെ അവയവങ്ങളും കാര്യങ്ങളും എല്ലാം ഉറയ്ക്കുന്നു. അതിനുശേഷം എന്തോ ചെയ്യുന്നു? കൈകളിലേക്ക് വരുന്നു. അതിനുശേഷം കാലുകളിലേക്ക് വരുന്നു. അതായത് ഉള്ളിൽ നിന്ന് വശങ്ങളിലേക്ക്. മനസ്സിലായോ? പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വശങ്ങളിലേക്ക്. സെഫാലോകോഡൽ എന്ന് പറഞ്ഞാൽ
ശിരസിൽ നിന്ന് പാദത്തിലേക്ക്. ഇതെന്താണ്? ഉള്ളിൽ നിന്ന് വശങ്ങളിലേക്ക്. ഓക്കെ, അപ്പം ഉള്ളിൽ നിന്ന് വശങ്ങളിലേക്ക്, അല്ലെങ്കിൽ അടുത്ത് നിന്ന് ദൂരത്തേക്ക്, സമീപത്ത് നിന്ന് ദൂരത്തേക്ക്, നടുക്ക് നിന്ന് വശങ്ങളിലേക്ക് എന്നൊക്കെ ഇതിന് വാക്കുകളുണ്ട്. ഓക്കെ ആണോ? അപ്പം സെഫാലോകോഡലും പ്രോക്സിമോഡസ്റ്റിലും കിട്ടിയെന്ന് നോക്കുന്നു. ഉള്ളിൽ നിന്ന് വശങ്ങളിലേക്ക് അല്ലെങ്കിൽ സമീപത്ത് നിന്ന് അകലത്തേക്ക് എന്നൊക്കെ വരുമ്പോൾ പ്രോക്സിമോഡസ്റ്റ്, ശിരസിൽ നിന്ന് പാദത്തിലേക്ക് എന്ന് വരുമ്പോൾ സെഫാലോകോഡൽ. ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ, അടുത്തത് വികാസം. മൂന്നാമത്തെ പോയിന്റ്, വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയാണ്. വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയാണ് എന്ന് പറയുമ്പോൾ വികാസം എന്തു ചെയ്യുന്നു? എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന സഞ്ചിത സ്വഭാവത്തോട് കൂടിയാണ്. അതിലൊരു കൃത്യമായിട്ടുള്ള ഓർഡർ ഉണ്ട് എന്നങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പം എന്താണ്? വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്. അടുത്ത പോയിന്റ് എന്താണ്? വികാസം സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക്. ഇതൊന്നും നല്ലോണം ശ്രദ്ധിച്ചേക്കണേ. സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം വലുത്, അതിനുശേഷം ചെറുത്. അതായത് ഇച്ചിരിയും കൂടി ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഒരു കൊച്ചുറുമ്പിനെ പിടിക്കുമ്പോൾ ആദ്യം കൈ കൊണ്ട് പിടിക്കും, പിന്നെ അവൻ വിരൽ ഉപയോഗിക്കും. കണ്ടിട്ടില്ലേ? കൊച്ചു പിള്ളേർ ഉറുമ്പിനെയൊക്കെ പിടിക്കുമ്പം അവൻ ഇങ്ങനെ 2 വിരലും 3 വിരലും കൊണ്ട് അവൻ ഉപയോഗിക്കാൻ പറ്റുമോ? അവൻ ആ കൈ മൊത്തവും കൊണ്ടാണ് പിടിക്കുന്നത്. അതാണ് സ്ഥൂലപേശി. പിന്നെ എന്താ? സൂക്ഷ്മം, പിന്നെ 2 വിരലുകൾ. അപ്പം സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക്. ഇത് എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. എന്തുകൊണ്ട് ശ്രദ്ധിക്കണം? ഇത് തിരിച്ചു വരും. സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് അല്ല, തെറ്റാണ്. സ്ഥൂലത്തിൽ നിന്ന് തന്നെ എന്തു ചെയ്യണം? സൂക്ഷ്മത്തിലേക്ക് പോകണം. ഉറപ്പാണ്. ഓക്കെ, അപ്പം വലിയ രീതിയിലുള്ള ചലനങ്ങളിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ചലനങ്ങളിലേക്ക്. അതായത് കൊച്ചു പിള്ളേർ പെൻസിൽ എഴുതുമ്പോൾ ആദ്യം പെൻസിൽ ഇങ്ങനെ പിടിക്കും, ഫുള്ള് കൈ ഉപയോഗിച്ച്. പിന്നെ അവൻ ഇങ്ങനെ പിടിക്കും, പിന്നെ അവിടെ നിന്ന് 3 വിരലാവും, പിന്നെ അവിടെ നിന്നല്ലേ 2 വിരൽ വരുന്നേ. അങ്ങനല്ലേ നമ്മളെല്ലാം പിടിച്ചു വന്നേ. അപ്പോൾ അതെന്താണ്? സ്ഥൂലത്തിൽ നിന്ന് പതുക്കെ 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 സൂക്ഷ്മത്തിലേക്ക്. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അടുത്തത് ഇത് തിരിച്ച് വരുന്നത് തെറ്റിപ്പോകും. അത് നോക്കണേ. സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്കെന്ന് തെറ്റിക്കാൻ തരും. അത് നോക്കിക്കോണം. അടുത്തത് വികാസം പരിസരത്തെയും പാരമ്പര്യത്തെയും ബന്ധിപ്പിക്കുന്നു. പരിസരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട്, അല്ലെങ്കിൽ നമ്മൾ വളരുന്ന ആ സാഹചര്യം. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? പാരമ്പര്യമായിട്ട് ലഭിക്കുന്നത്, ജന്മസിദ്ധമായി ലഭിക്കുന്നത്. ഈ പരിസരത്തിനും പാരമ്പര്യത്തിനുള്ള ഉദാഹരണങ്ങളൊന്നും നോക്കിക്കോണേ. ഇപ്പം പാരമ്പര്യത്തിൻ്റെ ഉദാഹരണം ഏതൊക്കെയാണ്? തലമുടി, ത്വക്ക്, സ്കിൻ ടോണ്, സ്കിൻ കളറ്, പിന്നെ ഏതാണ്? മുഖാകൃതി, ഉയരം. ഇതൊക്കെ ഏതാണ്? പാരമ്പര്യമാണ്. എന്നാൽ ബുദ്ധി, അഭിക്ഷമത, മനോഭാവം, സംസ്കാരം, ഇതെല്ലാം എന്തിനകത്താണ് വരുന്നത്? അതെല്ലാം പരിസരത്തിനകത്താണ് വരുന്നത്. അപ്പം വികാസം പരിസരത്തെയും പാരമ്പര്യത്തെയും ആശ്രയിക്കുന്നു. പാരമ്പര്യത്തെയും പരിസരത്തെയും, അല്ലെങ്കിൽ പരിസരത്തെയും പാരമ്പര്യത്തെയും ആശ്രയിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതും എന്താണ്? വികാസ തത്വങ്ങളിൽ പെടുന്നതാണ് എന്ന് ആലോചിക്കുക. അപ്പം ആദ്യത്തെ 5 പോയിന്റ് വീണ്ടും പറഞ്ഞു. വികാസം അനുസ്യൂതമാണ്, അനുഷ്ഠിതമല്ലേ, അനുസ്യൂതമാണ്. വികാസം ഗതി നിയമങ്ങൾ പാലിക്കുന്നു. അതിനകത്ത് സെഫാലോകോഡലും പ്രോക്സിമോഡസ്റ്റലും. വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയാണ് എന്ന് വെച്ചാൽ എല്ലാം ഉൾക്കൊള്ളുന്നത്. പിന്നെ വികാസം സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കാണ്. വികാസം പരിസരത്തെയും പാരമ്പര്യത്തെയും ആശ്രയിക്കുന്നു. അടുത്തതാണ് വികാസം പരിപക്വനമല്ലടാ, പരിപക്വനമാണ് അത്. പരിപക്വനം. വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നു. പരിപക്വനത്തെയും പഠനത്തെയും എന്തോ ചെയ്യുന്നു? വികാസം ആശ്രയിക്കുന്നു. അപ്പോൾ ഈ പരിപക്വനം കൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ബാഹ്യശക്തികളുടെ പ്രേരണയില്ലാതെ സ്വമേധയാ നടക്കുന്ന വികാസമാണ് പരിപക്വനം. ബാഹ്യശക്തികളുടെ പ്രേരണയില്ലാതെ സ്വമേധയാ നടക്കുന്ന വികാസത്തെ എന്തോ പറയും? പരിപക്വനം എന്ന് പറയുന്നു. ഇനി ഈ പരിപക്വനത്തെ നോക്കാതെ, അല്ലെങ്കിൽ പരിപക്വനത്തെ അവഗണിച്ചുകൊണ്ട് നമ്മളൊരു വിദ്യാർത്ഥിക്ക് പഠനം നടത്തിയാൽ അവൻ നിഷേധിയായി പോകും. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നു. ഇനി അടുത്തത് വികാസം രേഖീയമല്ല, ചാക്രിയമാണ്. വികാസം രേഖീയമല്ല, ചാക്രിയമാണ്. അതായത് ഒരു നേരെ ഉള്ള സാധനം ആയിട്ടല്ല വികാസം പോകുന്നത്. ആണോ? നേരെ ഉള്ളതാണ്ട് ഇങ്ങനെ ഒരു നേരെയായിട്ടാണോ വികാസം പോകുന്നത്? അല്ല. പിന്നെ അതെങ്ങനെയാണ്? അത് ചാക്രിയമാണ്. ദിങ്ങനെയാണ് പോകുന്നത്.
അതായത് വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് പറയാം. സംസാരിക്കാൻ പൂർണ്ണമായും പഠിച്ചതിന് ശേഷമാണോ നടക്കാൻ പഠിക്കുന്നത്? അപ്പം സംസാരിക്കാൻ പഠിക്കുന്നു, നടക്കാൻ പഠിക്കുന്നു, അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ കൈ വിരലുകൾ കൃത്യമായി ഉപയോഗിക്കാൻ പഠിക്കുന്നു, ഓരോന്നിന് ശേഷമാണ് ഓരോന്ന് പഠിക്കുന്നത്? അല്ല, സംസാരിക്കുന്നതിൻ്റെ കൂടെ നടക്കുന്നതിൻ്റെ കൂടെ നന്നായി വരും. അപ്പം ചെറിയ വാക്കുകൾ പറയുന്നു, അത് വലിയ വാക്കാക്കുന്നു, അത് വലിയ വാക്കാക്കുന്നു, അങ്ങനെ ചാക്രിയമായി അതെന്തോ ചെയ്യുന്നു, വലുതാക്കും. അല്ലാതെ നമ്മൾ ഗ്രാമർ പഠിച്ചിട്ടല്ലല്ലോ വലുതായി പോകുന്നത്. അപ്പം രേഖീയമല്ല, അതായത് ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്നല്ല, മറിച്ച് ഒന്നിനോടൊന്ന് കൂട്ടിച്ചേർത്ത് വലുതാക്കി പോകുന്നു. ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കണമെന്നില്ല കേട്ടോ, നിങ്ങളതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. എക്സ്പ്ലനേഷൻ വരുന്നതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം വികാസം രേഖീയമല്ല, ചാക്രിയമാണ്. അപ്പം അടുത്തതായിട്ട് പ്രവചനീയമാണ്. വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത പോയിന്റ്, വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എക്സാമ്പിൾ ചോദിക്കുക. വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. 2 കുട്ടികൾ, ഒന്ന് രാമു ഒന്ന് രാജു. രാജുവിന് ശാരീരികപരമായിട്ടൊരു അസ്വസ്ഥത ഉണ്ടായി. രാജുവിന് എന്തോ പറ്റി? ശാരീരികപരമായിട്ടൊരു അസ്വസ്ഥത. അതുകൊണ്ട് എന്തോ ചെയ്തു? രാജു LKG UKG ക്ലാസ്സുകളിൽ സ്കൂളിൽ പോയില്ല, പകരം 1ാം ക്ലാസ്സിൽ പോയി. LKG UKG ക്ലാസ് സ്കൂളിൽ പോയില്ല, പകരം 1ാം ക്ലാസ്സിൽ പോയി. പക്ഷേ എന്നാൽ അതേസമയം പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം എന്തോ ചെയ്യുന്നു? രാജു വീട്ടിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നു. രാജുവും രാമുവും, രാജു പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നുണ്ട്, പക്ഷേ LKG UKG സ്കൂളിൽ പോയില്ല. പക്ഷേ രാമു എന്ത് ചെയ്തു? LKG UKG സ്കൂളിൽ തന്നെ പോയി പഠിച്ചു. ഇനി ഇവർ 1ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരുപാട് വ്യത്യാസം കാണും. ഭാഷ ഉപയോഗിക്കുന്നതിൽ വ്യത്യാസം കാണും, ഒരു ടീച്ചറിൻ്റെ അടുത്ത് ഇടപഴകുന്നതിൽ വ്യത്യാസം കാണും, ഒരു ബാത്റൂം യൂസ് ചെയ്യുന്നതിനകത്ത് വ്യത്യാസം കാണും, അതേപോലെ മറ്റു കുട്ടികളുമായി ഇടപഴകുന്നതിൽ വ്യത്യാസം കാണും, മറ്റു കുട്ടികളുമായി കളിക്കാനും തോൽക്കാനും അത് അംഗീകരിക്കാനും ഇവർ കഴിയും. പക്ഷെ മറ്റേ കുട്ടി എന്തോ ചെയ്യുന്നില്ല, സ്കൂളിൽ പോകാത്തതുകൊണ്ട് ഇതിനകത്തുള്ള ശേഷി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അവൻ പോവാത്ത അവൻ്റെ ശാരീരികപരമായിട്ടുള്ള അസ്വസ്ഥത കൊണ്ട്. എന്നാൽ അത് അവനെ ഇപ്പം എങ്ങനെ ബാധിച്ചു? സാമൂഹികപരമായി ബാധിച്ചു, ഭാഷാപരമായി ബാധിച്ചു. അപ്പം വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? അതായത് ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മളുടെ അതിനകത്തുണ്ടാകുന്ന ഒരു കോട്ടം അല്ലെങ്കിൽ മറ്റൊരു ഇടങ്ങളിൽ കോട്ടമായി മാറുന്നു, അല്ലെങ്കിൽ ഒരു വശത്തുണ്ടാകുന്ന നേട്ടം മറ്റൊരു വശത്ത് നേട്ടമായി മാറുന്നു. ഇതാണെന്ത്? വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഉദാഹരണം, ഞാനിപ്പോൾ പറഞ്ഞ ഉദാഹരണം ഒന്ന് നോക്കി വെച്ചേക്കണം. ഓക്കെ, അടുത്തത് വികാസം പ്രവചനീയമാണ്. വികാസം നമുക്ക് പ്രവചിക്കാൻ സാധിക്കും. അതുകൊണ്ട് വികാസത്തിൻ്റെ ഗതിയിൽ വ്യത്യാസം ഉണ്ടാകും. വികാസം എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ആണോ? അല്ല, ചില ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലാണ്. അതുകൊണ്ട് വ്യത്യാസം ഉണ്ടാകും. വികാസത്തിന് ചില നിർണായക ഘട്ടങ്ങളും ഉണ്ട്. ഓക്കെ, ഇനി അപ്പം നമുക്ക് ഒന്നും കൂടി വികാസത്തിൻ്റെ തത്വങ്ങളിലേക്ക്. വികാസം അനുസ്യൂതമാണ്, കാണാതെ പഠിക്കുക. വികാസം അനുസ്യൂതമാണ്, കാണാതെ പഠിക്കുക. വികാസം അനുഷ്ഠിതമല്ല, അനുസ്യൂതമാണ്. വീണ്ടും പറയുന്നു, വികാസം ഗതി നിയമങ്ങൾ പാലിക്കുന്നു, കാണാതെ പഠിച്ചാൽ മാത്രം പോരാ, സെഫാലോകോഡലും പ്രോക്സിമൽ ടെസ്റ്റിലും എന്താണെന്ന് പഠിക്കണം. ഓക്കെ, വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയാണ്, കാണാതെ പഠിക്കുക. വികാസം സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് കാണാതെ പഠിക്കുകയും വേണം, ഒരു ഉദാഹരണം വെച്ച് പഠിക്കുകയും വേണം. അതായത് സ്ഥൂലമായിട്ടുള്ള ചലനം, കൈകൾ വലുതായിട്ട് ഉപയോഗിക്കുന്നു, അതിൽ നിന്ന് ചെറിയ വിരലുകളിലേക്ക് പോകുന്നു എന്നതുപോലെ ഒരു എക്സാമ്പിൾ എടുത്തു വെച്ചേക്കണം. പിന്നെ വികാസം പരിസരത്തെയും പാരമ്പര്യത്തെയും ആശ്രയിക്കുന്നു, അത് കാണാതെ പഠിക്കുകയും വേണം. അതിൻ്റെ കൂടെ പരിസരം എന്ത്, പാരമ്പര്യം എന്ത് എന്ന് പറയുകയും വേണം. അടുത്തത്, വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നു, കാണാതെ പഠിക്കുക. വികാസം രേഖീയമല്ല, ചാക്രിയമാണ്, കാണാതെ പഠിക്കുക. വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, കാണാതെ മാത്രം പഠിച്ചാൽ പോരെ, എക്സാമ്പിൾ ഇട്ട് പഠിക്കുക. വികാസം പ്രവചനീയമാണ്, കാണാതെ പഠിക്കുക. വികാസത്തിൽ ഗതിയിൽ വ്യത്യാസം ഉണ്ടാകും, കാണാതെ പഠിക്കുക. മാത്രമല്ല, ഓരോ കുട്ടിക്കും മറ്റൊരു രീതിയിൽ ഒരു കുട്ടിക്ക് വരുന്നത് മറ്റൊരു കുട്ടിക്ക് വരത്തില്ല, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വികാസം പെട്ടെന്ന് വന്നു മറ്റൊരു കുട്ടിക്ക് പെട്ടെന്ന് വന്നില്ല എന്ന് എത്തരത്തിലുള്ള എക്സാമ്പിൾ ഇട്ട് പഠിക്കുക. വികാസം ചില നിർണായക ഘട്ടങ്ങളുണ്ട്, കാണാതെ പഠിക്കുക. ഓക്കെ, അപ്പം ചിലത് കാണാതെ പഠിക്കുക, ചിലത് എക്സാമ്പിൾ ഇട്ട് പഠിക്കാനുമുണ്ട്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ ക്ലാസ്. ഇത്രയേ ഉള്ളൂ. ഇനി ശാരീരിക ചലന വികാസമാണ്, അത് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ.